ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ നല്ല രാത്രിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് വീണ്ടും ദിവസമായിരിക്കാൻ കർത്താവ് വലിയ സ്നേഹം കർത്താവിന് വാഴ്ച പഠിപ്പിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഈ രാത്രിയും ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവിനെ ആരാധിക്കാൻ ദൈവം നൽകി. കർത്താവിദാസന് ഗായക സംഘത്തിനെല്ലാം സ്നേഹവന്ദനം. അനുനിമിഷം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡ് നിങ്ങളിൽ ഞാനും അത്ഭുതമായി കണക്കാക്കാത്ത വലിയൊരു അത്ഭുതം ഞാൻ പറയാം. ഉറക്കം ഒരു അത്ഭുതം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ്. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കിടക്കുന്നു. 11-നോ 12-നോ ഇന്നത്തെ സമയമൊക്കെ ആരാണ്? 1 മണിക്കോ? ആരാണ് നിങ്ങളുടെ കൺപോളകളെ തഴി ഉണർത്തുന്നത്? രാവിലെ 5:30-കോ 6-നോ 7-നോ 7:30-കോ 8-നോ ആരാണ് നിങ്ങളെ തട്ടി ഉണർത്തുന്നത്? നിങ്ങൾ പറയും നിങ്ങളുടെ അപ്പന, അമ്മയ, ഭാര്യ, ഭർത്താവ്, അലറാമ. ഈ രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെ എന്നെ ദൈവത്തിൻ്റെ കരം തട്ടിയാൽ ആരും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ഉണരും. ഈ രാത്രി ഉറങ്ങുവാൻ പോകുന്ന നിങ്ങളെയും എന്നെയും ദൈവത്തിൻ്റെ കരം തട്ടിയില്ലെങ്കിൽ ആര് തട്ടിയാലും ഉണരില്ല. പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ നമ്മെ തട്ടി ഉണർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി കൈ ഉയർത്തിയ വാദം ശക്തിയോടെ വിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. ഇരമ്യ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം വീണ്ടും വായിക്കാം. ഇരമ്യ പ്രവചനം. വിളിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഒന്നിച്ചായി പാൽപ്പ് നൽകി. കഴിഞ്ഞ രാത്രിയിൽ പൂമുഖത്തുണ്ടായിരുന്നു, പലരും ഇല്ല. ഇന്ന് പകലുണ്ടായിരുന്നു, പലരും വൈകിട്ടില്ല. ഞങ്ങളുടെ ആയുസ് ദീർഘമാക്കി തിരുവനന്തപുരത്തിന് മുമ്പിലായിരിക്കാൻ ഞങ്ങൾക്ക് രാത്രി ഞങ്ങളോട് സംസാരിക്കണേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണേ. അവിടുത്തെ കരം ഞങ്ങളെ തൊടണമേ. ഇവിടെ മാത്രമല്ല, വിദൂരത്തിലൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കണേ. നമ്മുടെ കൈ അവരെ സ്പർശിക്കണേ. അത്ഭുതത്തിൻ്റെ രാത്രിയാക്കണം. ഒന്നിച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേൾക്കാൻ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ സകല ജനത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത നല്ല കാര്യം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ദൈവത്തെ കൊണ്ട് വല്ലോ നടക്കുമോ എന്ന് ചിന്തിക്കരുത്, സാധിക്കുമോ എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ഹിതമാണോ എന്ന് ചിന്തിച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം 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 നൽകുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒരു വട്ടം നീ എഴുത്, എൻ്റെ ദൈവത്താൽ സാധ്യമാണ്. Prayer makes impossible things possible. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാകും. ലോകം പറയുന്നു നടക്കാൻ പോകുന്നില്ല, വൈദ്യശാസ്ത്രം പറയുന്നു സൗഖ്യമാകാൻ പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൽ പറയും, എൻ്റെ ദൈവത്താൽ നടക്കാൻ പോകുകയാണ്. നിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഗതി പിടിക്കില്ലെന്ന്, നിനക്ക് ഗുണം പിടിക്കില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ കൂട്ടായ്മക്കാർ പോലും പ്രാർത്ഥന നിർത്തുമ്പോഴും നീ പറയണം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അറിയുന്നു. കൈ ഒന്നടിച്ച് ശക്തിയോട് ദൈവത്തെ അറിയിച്ചുള്ളത്. ഞാൻ സകലജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം വെളിപ്പെടുന്നു. ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. യൂണിവേഴ്സ് നിയന്ത്രിക്കുന്നത് 3 ശക്തികളാണ്, 3 ഘടകങ്ങളാണ്. ഒന്ന് പവർ അഥവാ ശക്തി, 2 അതോറിറ്റി അധികാരം, 3 സോവർണിറ്റി പരമാധികാരം. ശക്തി, അധികാരം,
പരമാധികാരം. ഒന്ന് പറഞ്ഞാട്ടല്ലാവരും, ശക്തി, അധികാരം, പരമാധികാരം. ശക്തിയും അധികാരവും മനുഷ്യന് പരിമിതമായി ദൈവം കൊടുത്തിട്ടുണ്ട്. ശക്തി, അധികാരം. ശക്തിയാണോ വലുത്, അധികാരമാണോ വലുത്? ശക്തിയാണോ വലുത് സഹോദരന്മാരെ, അധികാരമാണോ? സഹോദരിമാരെ, ശക്തിയാണോ വലുത്, അധികാരമാണോ? ചില ശക്തി വിശ്വസിക്കുന്നു, ചില അധികാരത്തെ വിശ്വസിക്കുന്നു. ശക്തിയാണോ അധികാരമാണോ വലുത്? ഈ റോഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ റോഡിലൂടെ ഒരു വലിയ ട്രക്ക് 10, 50, 100, 200 ടൺ എനിക്കറിയില്ല കയറ്റി വരുന്ന ട്രക്ക് പാഞ്ഞു വരുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഒരു LN പോലീസുകാരൻ സ്റ്റോപ്പ് എന്നെഴുതിയത് കാണിക്കുമ്പോൾ ഈ വലിയ ട്രക്ക് ഓടിക്കുന്ന കപ്പടാമീശക്കാരൻ തമിഴനാണെങ്കിലും തടിയനാണെങ്കിലും സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ ഈ ട്രക്ക് അവിടെ ഞരങ്ങി നിൽക്കും. ശക്തി അധികാരത്തിന്റെ മുമ്പിൽ കീഴടങ്ങും. ശക്തിയേക്കാൾ വലുത് അധികാരമാണ്. രാത്രി ഹോളിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, പിശാചിന് ശക്തിയുണ്ടെങ്കിൽ അവരുടെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ പിശാചിനെ പേടിക്കേണ്ട, അവന്റെ മേൽ നമ്മുടെ ദൈവത്തിന് അധികാരമുണ്ട്. $130 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ മേൽ അധികാരമുള്ള ഒരാളുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ്. 10 ലക്ഷം വരുന്ന കരനാവിക സേനയുടെ മേൽ അധികാരമുള്ള ഒരാളാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഞാനും മനുഷ്യനാ, ഇന്ത്യൻ പ്രസിഡന്റും മനുഷ്യനാണ്. ഇന്ത്യൻ പ്രസിഡന്റ് മാർച്ച് ഓൺ പറഞ്ഞാൽ 10 ലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യം മാർച്ച് ചെയ്യും. ഞാൻ മാർച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല, കാരണം എനിക്ക് അധികാരമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ മേൽ അമേരിക്കയ്ക്ക് പ്രസിഡന്റിന് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ചൂണ്ടി ഇന്ന് 12:10 അതിനെ ആക്രമിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലും പസഫിക് മഹാസമുദ്രത്തിലും ഈ സമുദ്രങ്ങളിലും കിടക്കുന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വിമാനങ്ങൾ ഉയർന്നു പോകും പറഞ്ഞാൽ മതി. എന്നിട്ട് ആ പറയുന്ന രാജ്യത്തിന്റെ ആകാശത്തെ മൂടും. പറയാത്തതുകൊണ്ടാ മൂടാത്തത്. ഇപ്പം തന്നെ പോണോ, നാളെ ആയാലും പോരായ നോക്കത്തില്ല. എന്തിനാ ഇപ്പം പോകുന്നോ? പ്രസിഡന്റിന് അധികാരമുണ്ട്. ട്രംപ് പറഞ്ഞാൽ പൊങ്ങും, ഒബാമ പറഞ്ഞാൽ പൊങ്ങില്ല. കാരണം ഒബാമയ്ക്ക് മുമ്പ് അധികാരം ഉണ്ടായിരുന്നു, ഇപ്പം അതാണ് അധികാരം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ശക്തിയുടെയും അധികാരത്തിൻ്റെയും മീതിൽ പരമാധികാരമുള്ള ഒരുവനുണ്ട്. അവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. 12:10 ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഓർഡർ ഇടുന്ന, അല്ലെ 12 മണിക്ക് അല്ലെ 1 മണിക്ക് ഇടുന്ന ഏത് പ്രസിഡന്റായാലും ആ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തി ഒരു സെക്യൂരിറ്റിയുടെയും അനുവാദമില്ലാതെ മരണത്താൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ അവനാണ് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം. മനുഷ്യന് അധികാരമുണ്ട്, പക്ഷെ അവന്മേൽ പരമാധികാരം ദൈവത്തിനാണ്. ഞാനൊന്നുകൂടെ മനസ്സിലാക്കി തരാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരാൾ 30 കോടിയുടെ ഒരു വീട് പണിതു. ഇപ്പോൾ അതിനേക്കാൾ വലുതൊക്കെ പണിയും. അന്ന് മനോരമയിൽ വന്നു 30 കോടിയുടെ വീട്, കേരളത്തിലെ ഏറ്റവും വലിയ വീട്. ആ ഫോട്ടോ വെട്ടിയെടുത്ത് വെച്ചിട്ട് ഞാൻ അത് അണ്ടിയിൽ എഴുതി, നിനക്ക് 30 കോടിയുടെ വീട് പണിയാം, പക്ഷെ ഒരു രാത്രി അതിൽ ഉറങ്ങണോ എന്ന് തമ്പുരാൻ തീരുമാനിക്കും. അതാണ് കുഞ്ഞെ പരമാധികാരം. അവയെ മനസ്സിലാകുന്നുണ്ടോ? മോനെ മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ഡോക്ടറാകാം, പക്ഷെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യണോ എന്ന് തമ്പുരാൻ തീരുമാനിക്കും.
നിനക്ക് എഞ്ചിനീയർ ആകാം. ഒരു ദിവസം ജോലി ചെയ്യണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചു. നിനക്ക് പ്രൊഫസറാകാം. ഒരു ദിവസമെങ്കിലും നീ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കണമെന്ന് അവിടെ തീരുമാനിക്കുക. പരമാധികാരി ദൈവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 91 മുതൽ ഇവിടെ പ്രസംഗിക്കാൻ വരാൻ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ ഗൾഫ് രാജ്യവും രീതിയും ആരാധനയും ഒന്നും അല്ലെന്ന്. പൊളിറ്റിക്സ് ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഈ പ്രസംഗത്തിനിടെ സ്തോത്രാഴ്ച എടുക്കുന്ന ഇഷ്ടമല്ല. ഒന്നും ഇവിടെ അതിലെ സ്തോത്രാഴ്ച ഇല്ലാത്തതിനാലേ സ്തോത്രം. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഇടയിൽ ഒരു സ്തോത്രാഴ്ച എടുക്കണം. എനിക്കിഷ്ടമല്ല. എന്തിനാണ് അവർ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 26 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു. വിസിറ്റിംഗ് വിസ വന്നതാ. 3 മാസം അലഞ്ഞൊരു വിസ കിട്ടി. അവൻ കയറി ജോലി ചെയ്തു. 28ാം ദിവസം കാർഡിയാക് അറസ്റ്റ് വന്നു പോയി. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ സ്വതന്ത്രാഴ്ച എടുക്കാൻ ബന്ധുവസ് യാക്കോക്കാരല്ല. ഇത്രയേ ഉള്ളൂ കുഞ്ഞെ. ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചിന്തിപ്പാനില്ല, പ്രശംസിപ്പാനില്ല. ദൈവത്തെ മാറ്റി നിർത്തിയാൽ നമ്മൾ സീറോയാണെന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരാധനയും മുടക്കി, സൺഡേ സ്കൂളും മുടക്കി, ദൈവത്തെ വിളിക്കുന്നത് മുടക്കി നീ കൂടെ ഓടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. Without Christ you are a zero. With Christ you are a hero. ദൈവത്തെ കൂടാതെയുള്ള നിന്റെ സകല പ്രയത്നങ്ങളും വ്യർത്ഥമാണ്. പരമാധികാരി നമ്മുടെ ദൈവമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവന്റെ മുമ്പിൽ നിൽക്കാൻ ത്രാണിയുള്ള ഒരു അന്ധകാര ശക്തിയുമില്ല. അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ത്രാണിയുള്ള ഒരു നേതാവുമില്ല. അവന്റെ നാമം പൊള്ളുകളുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ്. അവന്റെ നാമം അത്ഭുത നാമമാണ്. അവന്റെ നാമം അതിശയ നാമമാണ്. അവന്റെ നാമം ഭൂതങ്ങൾ അടങ്ങുന്ന നാമമാണ്. ആ നാമത്തിന്റെ ഉയർത്തുന്നത് ശക്തിയോടെ വാങ്ങുന്നത് നമ്മുടെ ഉയർപ്പിച്ചാണ്. വാങ്ങുന്നതാണ് ശക്തിയുടെ ഭാഷകളിൽ ശ്രമിച്ചാണ്. എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം. അവന്റെ നാമത്തിൽ സ്വർഗ്ഗങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അലോകങ്ങളുടെയും മുഴങ്ങാൻ മടങ്ങും ശക്തിയോടെ. ഹല്ലേലൂയ. അവന് കഴിയാത്ത ഒന്നുമില്ല. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. കഴിഞ്ഞ രാത്രിയിൽ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ല എന്ന് ചിന്തിച്ചത് ദൈവം സംഭവിപ്പിച്ചു. ഇസഹാക്കിന്റെ ജനനം സംഭവിക്കില്ല എന്ന് ലോകം ചിന്തിച്ചത് ദൈവം സംഭവിപ്പിച്ചു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയും ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം കരുതുന്ന ചിലത്, നിന്റെ വീട്ടുകാർ കരുതുന്ന ചിലത്, നിന്റെ നാട്ടുകാർ കരുതുന്ന ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ദൈവത്തോട് ഞാൻ പറയുന്നു, ദൈവം നിന്നോട് വാർത്തകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങളുമാണെങ്കിലും നിന്നോട് വാർത്തകൾ സംരക്ഷകനായ അത് സംഭവിച്ചിരിക്കും. കൈകാണിച്ച വാർത്തകൾ ദൈവത്തിന്റെ വാക്തത്വമോർത്തമാണെന്ന് സംഭവിക്കുന്നത് പറ. എന്നോട് പറഞ്ഞ് ദൈവ വാക്തത്വം നിവർത്തിക്കപ്പെടുന്നത് പറ. എന്റെ കണ്ണിന്റെ മുമ്പിൽ അവർ നിവർത്തിക്കപ്പെടും. മൂന്നാമതായി, യാക്കോബ് തന്റെ മകൻ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചതല്ല. 2 കാര്യങ്ങൾ കഴിഞ്ഞ രാത്രി പറഞ്ഞു. ബാക്കി കാര്യം ചിന്തിക്കുക. യാക്കോബിന്റെ മകൻ യോസഫ് തന്റെ സഹോദരന്മാരിലേക്ക് പോയി. യോസഫിനെ കുറിച്ച് അടുത്ത് ചിന്തിക്കാം. സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ പിടിച്ച് തള്ളിയിട്ടിട്ട് അവൻ ചത്തെന്ന് പറഞ്ഞ് കൊന്ന്, ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് അതിന്റെ അങ്കി രക്തത്തിൽ മുക്കി അപ്പന് കൊടുത്തു വിട്ടു. ഈ അപ്പൻ ഈ അങ്കി എടുത്ത് നോക്കി കരഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചിട്ട് വാക്യം കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടി എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ നോക്കി അവർ ഇതിലേക്ക് തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കി അല്ലയോ എന്ന് നോക്കാനോ എന്ന് പറഞ്ഞു.
അടുത്തത് അവൻ അത് തിരിച്ചറിഞ്ഞു. ആ. ഇത് എന്റെ മകന്റെ അങ്കി തന്നെ. ആ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു. ആ. യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യോസഫ് പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞ് വായിച്ചോ. യാക്കോബ് വസ്ത്രം കീറി, വസ്ത്രം കീറി, അരയിൽ നെറ്റിശൂലം ചുറ്റി, ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്കിൽ അവൻ കരഞ്ഞുകൊണ്ടേ. എത്ര നാൾ യാക്കോബ് കരഞ്ഞു നിങ്ങൾക്കറിയാമോ? 22 വർഷം കരഞ്ഞു. യോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 17-ാമത്തെ വയസ്സിലാണ്. ഫറവോൻ അവനെ മന്ത്രിയാക്കുന്ന 30-ാമത്തെ വയസ്സിലാണ്. 17, 13, 30, 13 വർഷം. 7 വർഷം സമൃദ്ധിയുടെ കാലം. എന്നാൽ സഹോദരന്മാർ പോയില്ല. ക്ഷാമം തുടങ്ങി 2 വർഷം കഴിഞ്ഞാണ് അവർ ചെന്നത്. അപ്പം 13, 7, 20, 22 വർഷം. ജീവിച്ചിരിക്കുന്ന മകനെ ഓർത്ത് ഒരപ്പൻ 22 വർഷം കരഞ്ഞു. എനിക്കത് വായിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അതിനേക്കാൾ വലുത് അവൻ്റെ വസ്ത്രം കാണുമ്പോഴല്ലേ, എൻ്റെ മകനെ യോസഫ്, എൻ്റെ മകനെ യോസഫേ. 22 വർഷം ഗോത്രപിതാവായ യാക്കോബ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞില്ല. അവനെ നീ കരയണ്ട. എല്ലാവരും ശ്രദ്ധിക്കുന്നു? നീ കരയണ്ടാടാ പോലും കരയണ്ട. നിന്റെ മകൻ ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞില്ല. 2 മർമ്മങ്ങൾ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടോട്ട് വരുന്നതിന് തൊട്ട് ദിവസം മുമ്പ് അവിടുത്തെ പ്രസംഗിക്കുമ്പോൾ ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു. അതിനു മുമ്പ് ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് അതൊരു മർമ്മം ഇതാണ്. സ്തോത്രം. ഒന്നാമത്തെ മർമ്മം, എന്തുകൊണ്ട് യാക്കോബിനോട് ദൈവം പറഞ്ഞില്ല യോസഫ് ജീവനോടുണ്ടെന്ന്? അങ്ങനെ ഉണ്ടെന്ന് അറിവ് കിട്ടിയാൽ, ഹല്ലേലൂയ, യോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് അപ്പൻ അറിവ് കിട്ടിയാൽ അവൻ പോയി പിടിച്ചുകൊണ്ട് വരും. അവൻ ഉണ്ട്, യാക്കോബിനെ അവൻ പോയി പിടിച്ചുകൊണ്ട് വരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത് അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. കരമടിച്ചു വാതുറന്ന് ശക്തിയോട് സ്തോത്രം ചെയ്താട്ട് അപ്പൻ അല്പനാൾ കരഞ്ഞാലും, അപ്പനാൾ ദുഃഖിച്ചാലും, അപ്പാ നിന്റെ മോനെ തമ്പുരാൻ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത് അതുപോലെ തിരിച്ചുകൊണ്ട് കയറ്റാനല്ല, പ്രധാനമന്ത്രിയായി കസേരയിൽ ഇരിക്കുന്ന കാണിക്കാനാ. കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറ. ദോഷമായി ഒന്നും ചെയ്യില്ല കുഞ്ഞെ, നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യില്ല ദൈവമേ. അല്പകാല ദുഃഖങ്ങൾക്ക് ദീർഘകാല സന്തോഷമുണ്ട്. ഓ, വാതുറക്കച്ചായ, കൈയടിക്കച്ചായ, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറ, എന്റെ അല്പകാല ദുഃഖങ്ങൾക്ക് ദീർഘകാല സന്തോഷമുണ്ട്. ഓ രബാ റഗനദ സകന റദലദി ഹംദുനിയാ. പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ മറ്റൊരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ കിട്ടി കാണും. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് ചോദിച്ചു, മോനെ, ഇനി യാക്കോബിനോട് മോൻ ഉണ്ടെന്ന് പറഞ്ഞാലും മോൻ എവിടാന്നാ ദൈവം പറയണ്ടേ? എവിടാന്നാ പറയണ്ടേ? നിന്റെ മോൻ പൊത്തിഫേറിന്റെ വീട്ടിൽ വീട്ടുവേല ചെയ്യുന്നു പറയാൻ ഒക്കുവോ സഹോദരിമാരെ? ആക്കില്ല. നിന്റെ മോൻ ജയിലിൽ കിടക്കുന്നുണ്ടടാ എന്ന് പറയാൻ ഒക്കുവോ അപ്പനോട്? അതാ കൃപ. സ്തോത്രം. ഈ വേദവസത്ത് ജോസഫ് 6 തവണ കരഞ്ഞു. 6 തവണ. ആ കരച്ചിൽ ആനന്ദത്തിൻ്റെ കരച്ചിലായിരുന്നു. ഒന്ന് സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച്, അത് ജോസഫിൻ്റെ കാലിലേക്ക് വരാൻ പോവാ, പൊട്ടിക്കരഞ്ഞു. പക്ഷേ യോസഫ് അല്ലാതെ ഒത്തിരി വട്ടം കരഞ്ഞെന്നേ, ആ കരച്ചിൽ ഈ പുസ്തകത്തിൽ വെച്ചില്ല. യോസഫിന് വിറ്റപ്പം കരഞ്ഞു, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ പോയപ്പം കരഞ്ഞു കാണും, ഒത്തിരി ജയിലിൽ പോയപ്പം കരഞ്ഞു കാണും. പക്ഷേ പുസ്തകം പറഞ്ഞു, ഞാനത് എഴുതത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എഴുതരുത്. അവൻ്റെ വേദനയുടെ കണ്ണുനീരുകൾ ഇവിടെ എഴുതരുത്. പക്ഷെ അവൻ ആനന്ദത്തിൻ്റെ കണ്ണുനീരുകൾ എഴുതി വെക്കണം. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ കണ്ണുനീര് എഴുതാതെ വിട്ടിട്ടുണ്ടെങ്കിലും അവൻ്റെ തുരുത്തിയിലുണ്ട്. എഴുതാത്ത കണ്ണുനീരുകൾ പോലും അവൻ്റെ തുരുത്തിയിലുണ്ട്. വാ തുറന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ.
എഴുതപ്പെടാതെ പോയ കണ്ണുനീരുകളും അറിയ അവന്റെ തുരുത്തിയിലുണ്ട് കുഞ്ഞേ. നിന്റെ കരച്ചിലുകൾ അവൻ കാണാതിരിക്കുന്നില്ല. നീ വേദനയോട് കരഞ്ഞതൊക്കെ എഴുതാൻ വിട്ടുപോയെങ്കിലും നിന്റെ പ്രതിക്രിയ കണ്ട് നീ ആനന്ദിക്കും. ആനന്ദത്തിന്റെ കണ്ണുനീർ ദൈവം എഴുതാതെ പോകില്ല. സ്തോത്രം. അവസാനം യാക്കോബ് പറഞ്ഞു, യോസേഫിന്റെ കൂടെയില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു. എന്നെ തൊട്ടടുത്ത വാക്യം എഴുതുന്നില്ലേ, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം ഇതാണ്. എന്നെ നോക്കിയാട്ട് യാക്കോബ് എന്ന ഗോത്രപിതാവ് 22 വർഷം കരഞ്ഞു. ചിലപ്പം ദീർഘകാലം ചില കാര്യങ്ങൾക്ക് വേണ്ടി കരയേണ്ടി വരും കേട്ടോ. ഒരു വാക്കുപോലും ദൈവം മറുപടി കൊടുത്തില്ല. ചിലപ്പോൾ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം സൈലന്റ് ആയിരിക്കും. When God is silent, ദൈവം നിശബ്ദമായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അവൻ നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം നിശബ്ദമായിരിക്കുന്നെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. വിശ്വാസത്തോട് കരമുയർത്തിക്കൂ. സഭയ്ക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? തലമുറകൾക്ക് വേണ്ടി കരയുന്ന ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്, വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആരംഭം, വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആരംഭം. ഒരു കൊടിയ മുഴക്കം നിനക്ക് കേൾക്കാം. കൈപ്പത്തി പോലൊരു മേഘമേ നീ കാണുന്നുണ്ടെങ്കിലും ഒരു വലിയ മഴ, ഒരു വലിയ മഴയുടെ മുഴക്കം നിനക്ക് കേൾക്കാം. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞു, കൈകളടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. ഒരു കൈപ്പത്തി പോലെ മേഘമേ ഞാൻ കാണുന്നുള്ളൂ, പക്ഷെ ഒരു പെരുമഴ ഞാൻ പ്രതീക്ഷിക്കുന്നു. യാക്കോബ് പറഞ്ഞു, യോസേഫിന്റെ കൂടെയില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ യോസേഫ് പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല, എൻ്റെ തലമുറയുടെ നന്മ ഞാൻ അനുഭവിക്കില്ല. 37, 25, 28 തോന്നുന്നു. എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല, എൻ്റെ തലമുറയുടെ നന്മ ഞാൻ അനുഭവിക്കില്ല. എന്നാൽ ഈ യാക്കോബ് യോസേഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. ആയിരക്കണക്കിന് വേദി ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളും കരയും. എന്താണ് അനുഗ്രഹിക്കുന്ന രംഗം? 48-ാം അധ്യായം 8 മുതൽ വായിച്ചേ. ഇസ്രായേൽ യോസേഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം എവിടെ? എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വഹിയാതെയായിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട്, ഇങ്ങോട്ട് നോക്കൂ. തന്റെ വേദനയിൽ യാക്കോബ് പറഞ്ഞു, ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല, തലമുറയുടെ നന്മ ഞാൻ കാണില്ലെന്ന് വിലപിച്ച യാക്കോബ് യോസേഫിന്റെ മക്കളെ അനുഗ്രഹിക്കും. മൂത്തമോനെ പിടിച്ചത് വലം കൈ കൊണ്ടാ, പക്ഷെ നിർത്തിയത് ഇടം കൈക്ക് നേരെ. ഇളയവനെ ഇടം കൈ കൊണ്ട് പിടിച്ച് എവിടെ നിർത്തി? വലം കൈ കൊണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പനും വലം കൈ അടുത്ത് ആടെ വരണം, ഇളയവന്റെ തലയെ വരണം, ഇടം കൈ മൂത്തവന്റെ വരണം. അപ്പനും പാർഷ്യാലിറ്റി. പിടുത്തമൊക്കെ കണ്ടാൽ തോന്നും പിടിച്ചിപ്പം വലം കൈയുടെ നേരെ നിർത്താൻ പോകാന്ന്. വലം കൈ കൊണ്ട് പിടിച്ച് ഇടം കൈക്ക് നേരെയും ഇടം കൈ കൊണ്ട് പിടിച്ച് വലം കൈക്ക് നേരെ നിർത്തി. പക്ഷെ കണ്ണു മങ്ങിയിരുന്നെങ്കിലും അകത്ത് അഭിഷേകം മങ്ങാത്ത അപ്പൻ കൈ പിരിച്ചു വെച്ചു. കൈ പിരിച്ചു വെച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പം
യോസപ്പിന് ഇഷ്ടപ്പെട്ടില്ല. 17-ാം വാക്യത്യം. യോസപ്പിന് അത് ഇഷ്ടപ്പെട്ടില്ല. യോസപ്പ് അപ്പൻ്റെ കൈ പിടിച്ച് തിരിച്ചു വെക്കാൻ നോക്കി. അപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, അപ്പം പറഞ്ഞു, മോനെ എനിക്കറിയാം ഇവനും ഒരു ജാതിയാകും, പക്ഷെ ഇവനേക്കാൾ വലിയ ജാതിയാകും. ഇന്ന് രാത്രി പ്രവചിക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ തലമേൽ വരുന്ന ദൈവീയ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ പിടിച്ചു മാറ്റുവാൻ, തട്ടിമാറ്റുവാൻ ആരെല്ലാം ശ്രമിച്ചാലും ആ കരത്തെ വലിക്കാൻ, ആ കരത്തെ തള്ളിമാറ്റാൻ, ആ കരത്തെ തട്ടിമാറ്റാൻ ലോകത്തൊരു ശക്തിയും കഴിയില്ല. വാതുറക്ക്, ശക്തിയോടെ സ്വതന്ത്രം പറ. നിന്റെ മേൽ, നിന്റെ സന്താനത്തിന്മേൽ വരേണ്ട അനുഗ്രഹത്തെ പിടിച്ചു മാറ്റി കളയുവാൻ ലോകത്തിലൊരു ശക്തിയും കഴിയില്ല. നിന്റെ തലമേൽ വരേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം, നിന്റെ സന്താനത്തിന്റെ തലമേൽ വരേണ്ട അനുഗ്രഹം വലിച്ചു മാറ്റി കളയുവാൻ, എടുത്തു മാറ്റുവാൻ ആർക്കും കഴിയില്ല. ശക്തിയോടെ സ്വതന്ത്രം പറ. രമന ഹതുന രഗത സന്ധന. ശക്തിയോടെ ആരാധിച്ചേ. അല്പം നമ്മെ ആരാധിച്ചാട്. എല്ലാവരും ദൈവത്തെ സൂചിച്ചാട്. വിശ്വാസത്തോടെ പറ, എൻ്റെ തലമേൽ വരേണ്ട അനുഗ്രഹം, എൻ്റെ സന്താനത്തിന്റെ തലമേൽ വരേണ്ട അനുഗ്രഹം, അത് വലിച്ചു മാറ്റുവാൻ, അത് തട്ടിക്കളയാൻ, അത് മാറ്റിമറിക്കാൻ ഒരു ശക്തിയും കഴിയില്ല. അപ്പന് കഴിയില്ല, അമ്മയ്ക്ക് കഴിയില്ല, അമ്മാച്ചന് കഴിയില്ല, ചിറ്റപ്പന് കഴിയില്ല, കൊച്ചപ്പന് കഴിയില്ല, ലോകത്തിലൊരു ശക്തിയും കഴിയില്ല. സ്തോത്രം, സ്തോത്രം. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. അപ്പോൾ യാക്കോബ് തൻ്റെ മകൻ യോസഫിനെ കാണുമെന്ന് കരുതിയതല്ല, ദൈവം കാണിച്ചു. അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കി തീർക്കും. യോസഫ് മന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സഹോദരന്മാരോ അപ്പനോ ആരും പ്രതീക്ഷിച്ചില്ല. യോസഫ് ആദ്യത്തെ സ്വപ്നം കണ്ടപ്പോൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നവർ അവനെ പകച്ചെന്നാണ്. സഹോദരന്മാർ ദോഷിച്ചു, അധികം ദോഷിച്ചു, അസൂയ തോന്നി, സമാധാനമായി സംസാരിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാരുടെ പ്രതികരണമാണ്. രണ്ടാമത്തെ സ്വപ്നം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനും നീരസപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ? പലരും എന്നോട് പറയാറുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന്. ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും കൈത്താങ്ങൽ തരുന്നില്ല. ഞങ്ങൾക്കൊക്കെ ആരും ഒന്നും തന്നല്ല. അയ്യോ, ഞങ്ങളൊക്കെ കടന്നു വന്ന് പത കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. മക്കളെ, ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും കൈത്താങ്ങൽ തന്നില്ലെങ്കിലും ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു വേർപാടുകാരൻ കൊച്ചൻ എന്ന് വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, കരഞ്ഞു. പാസ്റ്ററേ, ഞാൻ കരഞ്ഞുകൊണ്ട് കേട്ടൊരു ദൂതുണ്ട്. അത് ഇവിടെല്ലാം ആരെല്ലാം വെട്ടിട്ടാലും തമ്പുരാൻ ടിക്കിട്ടാൽ നീ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. ഒന്ന് കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എവിടുന്നൊക്കെ ആരൊക്കെ വെട്ടിയാലും, ആരൊക്കെ വെട്ടി മാറ്റിയാലും തമ്പുരാൻ ടിക്കിട്ടാൽ അവൻ എത്തേണ്ടിടത്തെത്തും. അതുകൊണ്ട് ഇപ്പൊ എത്രയോ പ്രോത്സാഹനം ഉണ്ട്, ദൈവകൃപ. എത്രയൊക്കെ സാഹചര്യങ്ങൾ നമുക്കുണ്ടല്ലോ, അല്ലേ? ഇതൊക്കെ ദൂതാ. നീ പ്രസംഗിക്കുമ്പോൾ, ആദ്യമേ നീ പ്രസംഗം നടത്തുമ്പോൾ, നീ നന്നായൊരു പ്രബോധനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നീ ഒരു പാട്ട് എഴുതുമ്പോൾ, ഒരു പാട്ട് പാടുമ്പോൾ, ഒരു നല്ല എസ്സേ എഴുതുമ്പോൾ, ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെന്ന് വരും, വിലയപേക്ഷ പറഞ്ഞില്ലെന്ന് വരും, കൈയടിച്ചില്ലെന്ന് വരും. ഒക്കെ കിട്ടിയാൽ നല്ല കാര്യം. നിരാശപ്പെട്ടു പോകരുത്. ചെറുപ്പക്കാരുടെ ഞാൻ പറയുന്നത്, നിരാശപ്പെട്ടു പോകരുത്. യോസഫ് ആദ്യത്തെ സ്വപ്നം കണ്ടപ്പോൾ ആരും ബലോപേക്ഷ പറഞ്ഞില്ല. അവനെ ദോഷിച്ചു, അവനെ പകച്ചു, അവനോട് സമാധാനമായി സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ യോസഫ് സ്വപ്നം കാണുന്ന നിർത്തിയില്ല. അവൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഓ റുഡാമറഗോനിയ, നീ സ്വപ്നം കാണുന്ന നിർത്തരുത് കേട്ടോ കുഞ്ഞെ. നീ ദർശനം കാണുന്ന നിർത്തരുത്, പ്രസംഗിക്കുന്ന നിർത്തരുത്, പ്രവചിക്കുന്ന നിർത്തരുത്. ഓ, കൈയടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എഴുത്ത് നിർത്തരുത്, പാട്ട് നിർത്തരുത്. ദർശനം യോസഫിനെ പൊട്ടക്കണ്ണിലിട്ടു, ദർശനം യോസഫിനെ കാരാഗിലിട്ടു, ദർശനം യോസഫിനെ അടിപ്പണിയും ചെയ്യിപ്പിച്ചു. എന്നാൽ അതേ ദർശനം യോസഫിനെ സിംഹാസനത്തിച്ചു.
ശക്തിയോടെ 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 സ്തോത്രം പറ. എല്ലാവരും ശക്തിയോടെ സ്തോത്രം പറ. ദർശനം കാണുന്ന നിർത്തരുത്, കുഞ്ഞെ സ്വപ്നം കാണുന്ന നിർത്തരുത്. ഹല്ലേലൂയ. എഴുതിക്കൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക, യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നിന്നെ ഒരു ദിവസം ദൈവം ലോകം അംഗീകരിക്കും. ദൈവം അംഗീകരിച്ചവനെ ലോകം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങൾക്കുള്ള ദൂതാ ചെറുപ്പക്കാരെ. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. പിന്നെ അതിലേക്ക് ഞാൻ വരാം. യോസേപ്പിനെ ഈ സഹോദരന്മാർ പകയ്ക്കാൻ കാര്യം എന്താണ്? ഒന്ന്, അപ്പൻ അവനെ സ്നേഹിച്ചു. രണ്ട്, അപ്പൻ അവനൊരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. മൂന്ന്, സഹോദരന്മാരുടെ അവൻ സ്വപ്നം കണ്ടു. മൂന്ന്, നാല്, സഹോദരന്മാരുടെ ദുസ്തുതി അപ്പനോട് വന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് 4 കാര്യങ്ങൾ ഒരു കാര്യം ഒഴിച്ച് യോസേപ്പ് ചെയ്തതല്ല. ഇത്രയും ക്രൂരത കാണിക്കാൻ കാര്യം എന്നാ? അപ്പനവനെ സ്നേഹിച്ചു. അപ്പനവനെ സ്നേഹിച്ച് യോസേപ്പിൻ്റെ കുഴപ്പമാണോ? അപ്പൻ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത യോസേപ്പിൻ്റെ കുഴപ്പമാണോ? സ്വപ്നം കണ്ട യോസേപ്പിൻ്റെ കുഴപ്പമാണോ? പിന്നെ ഇവരുടെ ദുസ്തുതി ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടൊക്കെ അപ്പനോട് വന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ശരിയാ. നമ്മളെയൊക്കെ അതുകൊണ്ടാണ് പലർക്കും വേണ്ടാത്ത. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്, സത്യം പറയുന്നുണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ പോടി, എത്ര പേർക്ക് വേറെ വേണം? ദൈവം ഒരുവനെ ഉയർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തനും അവനെ താഴ്ത്താൻ കഴിയില്ല. ദൈവം ഒരുവനെ മാനിപ്പാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തനും അവനെ ചെറുതാക്കാൻ കഴിയില്ല. ഒന്നുകൂടെ പറയാം, ദൈവം കുഞ്ഞെ നിന്നെ വലുതാക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ ആർക്കും നിന്നെ ചെറുതാക്കാൻ കഴിയില്ല. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ താഴ്ത്താൻ കഴിയില്ല. ശക്തിയോടെ സന്തോഷത്തോടെ കരമടിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്ന് പറ, എൻ്റെ ദൈവം എന്നെ മാനിക്കുമെന്ന് പറ, എൻ്റെ ദൈവം എന്നെ ആദരിക്കുമെന്ന് പറ. സ്വപ്നം കണ്ടത് അവൻ്റെ കുഴപ്പമല്ല, സ്വപ്നം ദൈവം കൊടുത്തതാ. ആ സ്വപ്നത്തിൽ അവൻ രാജാവാകും, അവൻ മന്ത്രിയാകും, അവനെ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കും. യോസേപ്പിന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, മറ്റു 11 കറ്റ കുഞ്ഞു വീണു കിടക്കുന്നു. ഇത് പറഞ്ഞതോടുകൂടി അമ്മമാർക്ക് പിടിച്ചില്ല. അവർ അവനെ ദോഷിച്ചു, പകച്ചു, അധികം ദോഷിച്ചു. അസൂയ തോന്നി, സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. യോസേപ്പ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പോകുമ്പോൾ അവർ ചെയ്തത്, യോസേപ്പിനെ ദൂരമേ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. അതാന്ന് തോന്നുന്നു 37, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. 25-ാം വാക്യം. അവൻ്റെ സ്വപ്നം എന്താകും നമുക്ക് കാണാം. നമുക്ക് അവനെ പിടിച്ച്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക. അടുത്ത പദം ഇട്ട് അവനെ തിന്നുകളഞ്ഞുവെന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവന്റെ സ്വപ്നം ഒന്ന് കാണാം. അടുത്ത വാക്യം ഇടപെടൽ അതിലേക്ക് വരാം. രൂപയിൽ കേട്ടിട്ട് പറഞ്ഞു, വരുത്തണ്ട, നമുക്ക് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അതെല്ലാം കൂടെ വായിച്ചോണ്ട് നേരമില്ല. അപ്പം അപ്പൻ്റെ അടുക്ക കൊണ്ടുവന്ന പുള്ളി വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ സഹോദരനെ കൊല്ലണ്ട, അതാണ്ട് ആ പൊട്ടക്കിണറ്റ് അവനെ എന്ത് ചെയ്യാം, അവിടെ ഇട്ടേക്കാം, അവൻ അവിടെ കിടന്ന് ചാകട്ടെ. പൊട്ടക്കിണറ്റിൽ കിടന്ന് വെള്ളവും കിട്ടത്തില്ല, ആരും കിട്ടത്തില്ല, ഇവിടെ കിടന്ന് ചാകട്ടെ. അവൻ യോസേപ്പിനെ പൊട്ടക്കിണറ്റിലിട്ടത്. ആദ്യം കൊല്ലാനായിരുന്നു പ്ലാന്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഒരിടപെടൽ രൂപത്തിൽ രൂപയും പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് കൊല്ലണ്ട. ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്ക് വേണ്ടി ദൈവം ആരേലും ഒക്കെ ഒരുക്കും. പോരാ, വാതുറക്ക കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് ഇടപെടുവാൻ ആരെങ്കിലും ഒക്കെ ഒരുക്കും. റോബയും പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു യോഗം പ്രസംഗിക്കുമ്പോൾ TV പ്രഭാഷണം ഞാൻ പറഞ്ഞു, അല്പകാലം നിനക്കാരുമില്ലെന്ന് തോന്നും, അല്പകാലം നിനക്കാരുമില്ലെന്ന് തോന്നും, എന്നാൽ നിനക്കാരുമില്ലാതെ വരികയില്ല. ദൈവം ആരെങ്കിലും നിനക്ക് വേണ്ടി ഒരുക്കും. കൈ ഉയർത്തി വാതുറന്ന് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരുക്കും. പപ്പച്ചന്മാർ പറ, അമ്മച്ചിമാർ പറ, മക്കൾ നോക്കിയില്ലേലും മരുമക്കൾ നോക്കിയില്ലേലും
മാച്ച നോക്കിയില്ലേലും ആരിലും ദൈവം ഒരുക്കും. കൈ ഉയർത്തി കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞു പറ, എനിക്ക് ആരുമില്ലാതെ വരില്ല, എനിക്ക് ആരുമില്ലാതെ വരില്ല. ഓ ദൈവത്തെ സേവിക്കുന്ന യുവതരെ, നിനക്ക് ആരുമില്ലാതെ വരില്ല. ദൈവം ആരെയെങ്കിലും നിനക്കായി ഒരുക്കും. ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിന്നപ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചിലപ്പോൾ പരോക്ഷമായ ഇടപെടൽ നടത്തും, ചില സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായ ഇടപെടൽ നടത്തും. സ്വതന്ത്രം യോസഫിനെ പൊട്ടക്കടലിട്ടത് സിംഹാസനത്തിക്കാനല്ല, രാജാവാക്കാനല്ല. അവൻ അവിടെ കിടന്ന് ചാകട്ട്, നമുക്ക് പ്രശ്നമില്ലല്ലോ. ഡാങ്കി ഊരി കോലാട്ടുകോട്ടിനെ കൊന്ന് അപ്പനെ കൊടുത്തു വിട്ടു ചത്തെന്നും പറഞ്ഞ് ഒരു ഹംസമൃഗം അവനെ കടിച്ചു കീറി കൊന്നു, പറിച്ചു കീറിപ്പോയോ. പദമൊക്കെ ചങ്കിന് കൊള്ളുന്നതല്ലേ. എൻ്റെ കുഞ്ഞിനെ പറിച്ചു കീറി. പിന്നെ മക്കളെല്ലാം കൂടെ ഒരുക്കി കൊടുത്താ. ഇവനെ പൊട്ടക്കിണലിട്ടത് രാജാവാകാനല്ല, സിംഹാസനത്താനല്ല. അവിടെ കിടന്ന് വെള്ളം കുടിക്കാതെ ഭക്ഷണം, എന്നിട്ട് അവൻ കൊണ്ടുവന്ന് നാണമില്ല ഇവന്മാരെല്ലാം അവിടെ തിന്നുക. ഇവന്മാർ തിന്നുമ്പോൾ നടന്ന് ഇപ്പോൾ ആ വിഷയം പഠിക്കുന്ന 2 ദിവസം എടുക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് യോസേപ്പ് യേശു ക്രിസ്തു താഴ്ന്നു നമ്മൾ മൊത്തം കരയും. അത് വേറെ ലെവല, അതിലേക്ക് പോകുന്നില്ല ഇപ്പം. സ്വത്രവും ഇവന്മാർ തിന്നുക. യോസേപ്പ് കിടന്ന് ചാകുമെന്നാ വിചാരിച്ച് ഇന്ന് രാത്രിയിൽ ഹാളിൽ വന്ന നിന്നോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മ പ്രവചിക്കുക. ദൈവവൈതലേ, നിന്റെ ദർശനമില്ലാതാക്കാൻ, നിന്റെ സ്വപ്നമില്ലാതാക്കാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിലാക്കി ദൈവം മാറ്റും. നിന്റെ തലമുറയുടെ ദർശനമില്ലാതാക്കാൻ, നിന്റെ ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവിടെ തുടങ്ങുക. ശക്തിയോടെ കരമടിച്ചോ, ആരാധിച്ചോ. അവിടെ തുടങ്ങുക. ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിൽ ശക്തിയോടെ. മക്കളെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ, കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആ മോനെ ഒന്ന് വിളിച്ചേ, അവനെ ഒന്ന് വിളിച്ചേ. നിന്നെയാ വിളിച്ചേ. കൈയടിക്ക്. എല്ലാവരും ദൈവത്തെ ആരാധിച്ച ശക്തിയോട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ, ദർശന സമാപ്തി ആരംഭിക്കുന്നു. നിന്റെ പൊട്ടക്കിണറുകൾ, പിശാചൊരുക്കുന്ന വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ, ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിൽ. വിശ്വസിക്ക. ഉടനെ സതൂനി ഹംതുന. രൂബേൻ ഇടപെട്ടു. അടുത്ത വാക്യം ഒന്ന് വായിച്ചു വെച്ചാൽ, ഞാൻ വായിക്കാതെ പറയാന്ന് വെച്ചാൽ ഒന്ന് വായിക്കും പറയുമ്പോൾ ഇച്ചിരി ശക്തിയാ. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും ശന്യനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മാലിയരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, അപ്പോൾ ആരിടപെട്ടു പറയുന്നേ? യഹൂദ. അതാ നിനക്ക് വേണ്ടി ആരെയും ഒക്കെ ദൈവം ഒരുക്കുന്നില്ല. നിന്നെ കൊല്ലാൻ തുടങ്ങുമ്പോൾ സ്വന്തം സഹോദരന്മാർ നിന്റെ ദർശനമില്ലാതാക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ദൈവം ആരെയും ഒരുക്കും. നിന്നെ രക്ഷിച്ച്, നിന്റെ പ്രാണനെ രക്ഷിച്ചോടിച്ചൂടാൻ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, കൈയടിച്ച് പാടുകേ. ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ
ജ്ഞാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ജ്ഞാനന്ദദായകം ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവ് കൂട്ടാളിയാണ് ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവ് കൂട്ടാളിയായാൽ എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും 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 ലോകത്തെ താങ്ങുക നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരോ കൈവേടിയിടുമ്പോൾ ലോകത്തെ താങ്ങുക നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരോ കൈവേടിയിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ ദൈവമൻ കൂട്ടാളിയാണ് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ കൂട്ടാളിയാണ് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ കൂട്ടാളിയാണ് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ ദൈവമല്ലോ കൂട്ടാളിയാണ് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ ദൈവമൻ കൂട്ടാളിയാണ് സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ജ്ഞാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ജ്ഞാനന്ദദായകം വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. യോസഫിനെ പൊട്ടക്കിണലിട്ട സമയം നോക്കി ആര് വന്നു? മിഥ്യാന കച്ചവടക്കാർ വന്നു. മിഥ്യാന കച്ചവടക്കാർ വഴി പോകുമ്പോൾ തലപൊക്കി നോക്കി. യഹൂദ പറഞ്ഞു, നമ്മൾ മോനെ പ്രൊജക്റ്റ് ചെയ്തേ വാക്യം, നമ്മൾ നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? വായിക്കുക അടുത്തത്. നമ്മൾ വരുവി, നാം അവനെ വിൽക്കുക, നാം അവന്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യ. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അവർ വിറ്റു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പുള്ളി എവിടെ പോയി? ഏത് പുള്ളിയാ? മറ്റേ പുള്ളി രൂപേൻ എവിടെ പോയി? എവിടെ പോയി പാസ്റ്റർ ആ സമയത്ത്? രൂപേൻ എവിടെ പോയി? ആ കാട്ടിൽ ആ മിനിറ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി എവിടെ പോയി? രൂപേനെ ദൈവം മാറ്റി. സ്തോത്രം പറയാവോ? രൂപേനെ ദൈവം അവിടുന്ന് മാറ്റി. ഞാനതാ പറഞ്ഞ, ഞാൻ പ്രസംഗിക്കുകയല്ല, അങ്ങ് ജീവിക്കുക. കാരണം രൂപേന അവിടെ ഉണ്ടെങ്കിൽ കച്ചവടം നടക്കത്തില്ല. കച്ചവടം നടന്നില്ലെങ്കിൽ മിസ്രയീമിലെത്തില്ല. രൂപേനെ, നീ യോസഫിനെ സഹായിച്ചാൽ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് അപ്പൻ്റെ അടുക്ക കൊണ്ടുപോകും. നീ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സഹായം യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് അപ്പൻ്റെ അടുക്ക കൊണ്ടുപോകും. എന്നാൽ എൻ്റെ ദൈവം യോസഫിനെ അന്ന് അവിടെ നിറക്കിയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല. തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല. യോസഫ് എന്ന കുഞ്ഞു പോയത് ആ 17കാരനെ നീ ദയയില്ലാതെ നിങ്ങളെല്ലാം കൂടെ വലിച്ചിട്ടില്ലേ? പക്ഷെ തമ്പുരാൻ ഇറക്കിയത് സിംഹാസനത്തിക്കാനാ. സ്തോത്രം ശക്തിയോട് പറയാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിന്നെ സഹായിക്കുമെന്ന് നീ ചിന്തിച്ച ചിലർ
നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുമെന്ന് നീ ചിന്തിച്ച ചിലർ, നിന്റെ പ്രതിസന്ധിയുടെ വേളയിൽ നിനക്ക് കൈത്താങ്ങൽ തരുമെന്ന് ചിന്തിച്ച ചിലരൊക്കെ കാലുമാറിയത്, കൈവിട്ടത്, കൈയൊഴിഞ്ഞത് നിന്റെ നന്മയ്ക്കാ. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്റെ തലമുറയെ സഹായിച്ചത്. സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ തലമുറയെ സഹായിച്ചു. സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിച്ചു. എത്ര പേരിനകത്ത് കണ്ണ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. നിനക്ക് വിസ തരാമെന്ന് പറഞ്ഞു വരും, നിന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വരും, നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വരും, മക്കളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞവനൊക്കെ കാലുമാറിയെങ്കിൽ നീ ഭാരപ്പെടുവൊന്നും വേണ്ട. ഹല്ലേലൂയ. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്റെ തലമുറയെ ഉയർത്തിയത്, തമ്പുരാൻ ഉയർത്തിയെന്ന് വരണം. കൈയടിച്ച് ശക്തിയോടെ സ്തോത്രം പറ മക്കളെ. ഭാരപ്പെടണ്ട. ശക്തിയോടെ ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചു. ആരെങ്കിലുമൊക്കെ വാഗ്ദാനം പാലിച്ചില്ലെന്നോ സഹായിച്ചില്ലെന്നോ ഓർത്ത് അവരെ ശത്രുവായി കാണരുത്. ദൈവം എന്നെ ഇതൊക്കെ പഠിപ്പിച്ചേക്കുന്നത്, നിങ്ങൾക്കത് പറഞ്ഞു തരിക. അവനൊന്നും അല്ല, അതിനപ്പുറം ദൈവം വഴി കണ്ടിട്ടുണ്ട്. ചില താമസിച്ചാലും ദൈവം ചില വഴികൾ കണ്ടിട്ടുണ്ട്. ഞാൻ പലയിടത്ത് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നിടെ കർത്താവ് ആർക്കു വേണ്ടി ഇത് പറയുക. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത് ശൗൽ രാജാവല്ല, ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത് ശൗമേലല്ല, ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്റെ ഏകാന്തതകൾ കുഞ്ഞെ ദൈവത്തിന് കൊടുത്താൽ, ഭൂവിൽ ആരും നിന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ദൈവം സമയത്ത് നിന്നെ റെക്കമെൻഡ് ചെയ്യും. ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കും ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കോ ഒന്നും ആരും നിന്നെ റെക്കമെൻഡ് ചെയ്യണ്ട. തമ്പുരാൻ പറയും, രാജാവാക്കാൻ കൊള്ളാവുന്നവൻ, സ്ഥാനത്തിരുത്താൻ കൊള്ളാവുന്നവൻ ഒരുവനുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഒരു വിശ്വസ്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചോണ്ട് പറ, ആര് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും നിന്നെയും നിന്റെ തലമുറയെയും ആര് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗമുണ്ട്. യോസേഫിന്റെ ജീവിതം നാലായി തിരിക്കാം, മൂന്നായി തിരിക്കാം. എ beloved son, എ slave, എ prisoner, നാല് എ പ്രൈം മിനിസ്റ്റർ. അപ്പൻ ഏറ്റവും പ്രിയനായ മകൻ, പിന്നെ അടിമക്കൊച്ചൻ, പിന്നീട് കാണുന്നത് എ prisoner, ഒരു കുറ്റവാളിയെ പോലെ ജയിലിൽ കിടക്കുന്ന യോസേഫിനെ. അവനെന്തോ ചെയ്തിട്ടാ? പിന്നെ കാണുന്നത് പ്രൈം മിനിസ്റ്ററെയാണ്, ധനകാര്യമന്ത്രിയാണ്. അവനൊരു അങ്കി ഉണ്ടാക്കി കൊടുത്തു, സ്നേഹിച്ച്. ആ അങ്കി സഹോദരന്മാർ ഊരി മാറ്റി. നിസാര വസ്ത്രം കിട്ടി, അത് ഉടുത്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയേ. പക്ഷെ പൊത്തിഫേർ ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്ത് കാണും. അവിടെ ചെന്നു ആ അങ്കി പൊത്തിഫറിന്റെ ഭാര്യ ഊരി മാറ്റി. എന്നിട്ട് ജയിൽ വസ്ത്രം ധരിപ്പിച്ചു. ദീർഘവർഷങ്ങൾ യോസേഫ് ജയിൽ വസ്ത്രം ധരിച്ച് കിടക്കേണ്ടി വന്നു. എന്നാൽ ആ വസ്ത്രം ഫറവോൻ ഊരി മാറ്റി. എന്നിട്ട് രാജവസ്ത്രം ധരിപ്പിച്ചു. അതുവരെയുള്ളതൊക്കെ ഓരോരുത്തർക്ക് ഊരി മാറ്റാൻ നിനക്ക് തൻ്റെ ഇടമുണ്ട്. ഇതൊന്നും ഊരി മാറ്റ. മനുഷ്യൻ തന്നതൊക്കെ മനുഷ്യനെടുത്തു മാറ്റാൻ കഴിയും, എന്നാൽ ദൈവം തന്നതെടുത്തു മാറ്റാൻ, നിനക്ക് ദൈവം തന്നതെടുത്തു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ വസ്ത്രത്തെ തൊടാൻ കഴിയില്ല. ഓ, ശക്തിയോടെ ആരാധിക്കാം, സ്തോത്രം പറയാം, മഹത്വം പറയാം. മക്കളെ, ദൈവത്തെ സ്തുതിച്ചോ. അബാ റബ നഗദ നഗദനിയ ഉഡമ ശഖോനിയ ഹംതുന ഉഡബൽഖാന സഥോനിയ. ഹല്ലേലൂയ. രാജവസ്ത്രം. ഈ യോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോസഫിന്റെ കാലത്ത് നോ ചർച്ച്, യങ്സ്റ്റേഴ്സ് അല്ലേ ഇവിടെ ഇരിക്കുന്നല്ലേ.
നോ ബൈബിൾ, നോ പാസ്റ്റർ, നോ കമ്മിറ്റി, നോ വർഷിപ്പ്. ചർച്ചില്ല, പാസ്റ്ററില്ല, കമ്മിറ്റിയില്ല, മുടക്കാൻ ആളില്ല, തിരുത്താൻ ആളില്ല, ശാസിക്കാൻ ആളില്ല. എങ്കിലും യോസഫ് പാപം ചെയ്തില്ല. മനുഷ്യർ കാണുമെന്ന് വെച്ചല്ല യോസഫ് ജീവിച്ചത്. മനുഷ്യശങ്കയും ദൈവഭയവും രണ്ടും രണ്ടാ. മനുഷ്യഭയം, മനുഷ്യശങ്ക. ആരാധനയ്ക്ക് വന്നല്ലേ പാസ്റ്റർ ചോദിക്കും, വിളിക്കും, കമ്മിറ്റി ചോദിക്കും, ആൾ വരും. അതുകൊണ്ട് വന്നേക്കാം. പലരും അങ്ങനെ വന്നിരിക്കുന്നവരാ ഇന്നത്തെ. ഞാൻ ഈയിടെ എവിടെ കയറി, എനിക്ക് ഈ സഭയിലൊക്കെ വന്ന് നീ ഏത് മിടുക്കനാന്ന് ഞാൻ നോക്കത്തില്ല, ഇപ്പം കാണുന്നതല്ലേ, വന്ന് ഇരിപ്പൊക്കെ കാണുന്നതാണ് എനിക്ക് ഇത് ചങ്കു പറഞ്ഞായി പറയുന്നത്. അതുകൊണ്ട് ഇരിപ്പൊക്കെ കൂടെ കാണുമ്പം ചിലയിടത്ത് ചെന്ന് ഇന്ന് പ്രസംഗിക്കാൻ തന്നെ അങ്ങ് ഒഴുക്കാം. നിങ്ങളുടെ വില അങ്ങനെ കേട്ടോ, പലരും പേടിക്കൊന്നും വേണ്ട. ചിലത് തന്നെ അങ്ങ് ഇരുന്നാലെന്താന്ന് തോന്നുന്നു. അതെന്താണെന്നറിയാം, പെണ്ണുമ്പോൾ നിർബന്ധിച്ച് കൊണ്ടിരുത്തുന്നതാ. അല്ല, പുള്ളിക്കൂടെ വരണമെന്നൊന്നുമില്ല. പെണ്ണുമ്പിള്ള എന്നെയും കൂടെ കൊണ്ട് പെണ്ണുമ്പിള്ള നിർബന്ധിച്ചോണ്ടാകല്ല നീ ആരാധനയ്ക്ക് വരട്ടെ. സോദരം മനുഷ്യഭയം, മനുഷ്യശങ്കയും ദൈവഭയവും. മനുഷ്യശങ്കയല്ല, ദൈവഭയമാണ് നിന്നെ നിർത്തേണ്ടത്. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അപ്പൻ എന്നെ കാണാത്തപ്പോഴും അമ്മ എന്നെ കാണാത്തപ്പോഴും എൻ്റെ ഭാര്യയോ ഭർത്താവോ എന്നെ കാണാത്തപ്പോഴും കാണുന്നൊരു സ്വർഗമുണ്ട്. കുഞ്ഞുങ്ങളെ പപ്പായും മമ്മിയും കാണാത്തപ്പോഴും നിങ്ങളെ കാണുന്നൊരു സ്വർഗമുണ്ട്. മനുഷ്യശങ്ക. പാസ്റ്റർ വിളിക്കില്ലേ, വിശ്വാസികൾ ചോദിക്കില്ലേ. ചിലരെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടത്, പ്ലെയിനിൽ കയറുന്ന ഉടനെ അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് ചിലതൊക്കെ എടുത്ത് മോന്തുവെന്നാണ് പറയുന്നത് കേട്ട്. ആണ്ടടാ കിടക്കുന്നു, ആരും കാണുന്നില്ലേ? നിന്നെ എവിടെയും കാണുന്നൊരു സ്വർഗമുണ്ട്. യോസഫ് പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അല്ല കമ്മിറ്റി മുടക്കുന്നുള്ള പേടിയല്ലെന്നേ. ചർച്ചില്ലാതെ അപ്പോഴും നമുക്ക് ഒരു കാലം അങ്ങനെ പോയില്ലേ. ചർച്ച്, നോ വർഷിപ്പ് ലീഡേഴ്സ്, നോ പാസ്റ്റർ, നോ കമ്മിറ്റി. പക്ഷെ ഞാൻ ദൈവത്തെ ഭയപ്പെടും. എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം ഇവരുടെ കയ്യിലൊന്നുമല്ല. ഇവരാരും എന്നെ കാണുന്നില്ലെങ്കിലും കാണുന്നൊരു സ്വർഗമുണ്ട്. കൈ ഉയർത്തിയാട്ടി സ്തോത്രം ശക്തിയോട് പറ. യോസഫിനെ മന്ത്രിയാക്കാതിരിക്കാൻ എന്തെല്ലാം പണിയാവോ അതെല്ലാം പിശാച് നോക്കി, കുറ്റവാളിയാക്കി. ഒരു പദം പറഞ്ഞു നിർത്താം, മറ്റിലേക്ക് പറഞ്ഞു തീർത്തണമല്ലോ. യോസഫിനെ ദൈവം മന്ത്രി പദവിയിലെത്തിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി. ഒരു രാഷ്ട്രത്തെ ഇളക്കി. വല്ലതും മനസ്സിലാകുന്നോ? ഒരു രാഷ്ട്രത്തെ ഇളക്കും. നിന്നോടുള്ള പ്രോമിസുകൾ നിറവേറാൻ ദൈവം ഒരു രാഷ്ട്രത്തെ ചിലപ്പോൾ പിടിച്ചു കുലുക്കും. ശക്തിയോട് സ്തോത്രം പറഞ്ഞോണ്ടിരിക്കും. യോസഫിൻ്റെ ദാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ സ്വപ്നം, ഒറ്റ സ്വപ്നം. ആർക്ക് ഫറവോന്റെ സ്വപ്നം കണ്ടു, മറന്നുപോയി. രാവിലെ പറഞ്ഞ പോലെ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും അന്യായവാദികളെയും വിളിച്ചു, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു. അവർക്ക് സ്വപ്നവും മറന്നുപോയി, സ്വപ്ന വ്യാഖ്യാനമില്ല. ഞാൻ ദിവസം നിന്നപ്പം കർത്താവിനോട് പറഞ്ഞതേ, യോസഫിൻ്റെ കാലത്ത് ഫറവോനി മന്ത്രവാദികളെ വിളിച്ചതിൻ്റെ അർത്ഥം പുള്ളി ഏത് കാര്യം ഉണ്ടെങ്കിലും ഇവരെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഇതിനു മുമ്പ് അവർ പലതും പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞില്ലേ വ്യാഖ്യാനം. ഇന്നിപ്പം വരും, ഇന്നാരും വരും, ജ്യോതിഷികളൊക്കെ പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട്. അത് ഒത്തു വന്നിട്ടുമുണ്ട്. ആ വിശ്വാസത്തോടാണ് വിളിച്ചത്. എൻ്റെ മുഖത്തോട് നോക്കിയിരി, ആ വിശ്വാസത്തോടാണ് വിളിച്ചത്. പക്ഷെ അന്ന് ഇവന്മാരുടെ മുഴുവൻ വെളിപ്പാടുകളും സ്വർഗം ഓഫാക്കി കളഞ്ഞു. കാരണം ഇന്നേ ദിവസം യോസഫിനുള്ള ദിവസമാണ്. സകല മന്ത്രവാദിയുടെ തന്ത്രങ്ങളെയും അവന്മാരുടെ എല്ലാ വെളിപ്പാടുകളെയും സ്വർഗം ഓഫാക്കി കളഞ്ഞു. ഈ ദിവസം യോസഫിനുള്ള ദിവസമാണ്. യേശുവിൻ നാമത്തിൽ നിന്റെ ദിവസം നിനക്ക് വേണ്ടിയുള്ളൊരു ദിവസമുണ്ട് കുഞ്ഞെ. ആ ദിവസത്തിൽ സകല പദ്ധതികൾ എന്തെയും ഓഫാക്കും. ശക്തിയോടെ ആരാധിക്കുക. ഹല്ലേലൂയ. ഏലിയാവ് വെല്ലുവിളിച്ചു, തീ കൊണ്ട് ഉത്തരം വരുന്ന ദൈവം.
400 ബാലിന്റെ പ്രവാചകന്മാരും 450 അശേര പ്രവാചകന്മാരും വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു പറഞ്ഞൊക്കെ അവരെ കൊണ്ടുവന്ന് എല്ലാം വെച്ചിട്ട് നിലവിളി തുടങ്ങി. നിലവിളിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ വിളിച്ചിട്ടും ബാലുത്തരം അരുളുന്നില്ല. പിന്നെ ദേഹം മുറിച്ച് രക്തം ഒഴുകാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവർ ചുമ്മാത് മണ്ടന്മാരാണോ? 850 എണ്ണം ഞങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ തീയുടെ നടക്കുന്നേ, ചൂട് പായസം കോരി എറിയുന്നത്. അപ്പം അവർക്കറിയാമായിരുന്നു തീ ഇറങ്ങുമെന്ന്, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പണ്ട് അവരും തീ ഇറക്കിയിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ പോലെ. ആ ഒരു പ്രതീക്ഷയോടെയാ അവർ വരുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ അന്ന് ദൈവം പ്രൈസ് ദി ലോർഡ് ആ തീ ഇറക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയാം, ഏലിയാവ് പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങും. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയാൽ അന്യായ തീ ഇറങ്ങാതെ അതിനെ ബാൻ ചെയ്യാനും നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറഞ്ഞോ. ബാലിന്റെ പ്രിയ ഇറങ്ങാതെ അതിനെ ബാൻ ചെയ്ത് കളയും സ്വർഗം. നിന്നിലോ, നിന്റെ ഭവനത്തിലോ, നിന്റെ ദേശത്തോ, നിന്റെ സഭയിലോ അന്യാഗ്നി കത്താൻ ദൈവം ഇടവരുത്തത്തില്ല. ശക്തിയോടെ അന്ന് സ്വർഗം സ്റ്റോ ചെയ്തു. ഒരു തീ ഇറങ്ങരുത്. തീ ഇറക്കാൻ മാത്രമല്ല, ഹല്ലേലൂയ, അന്യായ തീ നിന്റെ പറമ്പിൽ വീഴാതെ, നിന്റെ കുടുംബത്തിൽ വീഴാതെ അതിനെ ബാൻ ചെയ്യാനും ദൈവശക്തൻ. അന്നേ ദിവസം അവന്റെ എല്ലാം സ്വപ്നം കൂടും മടക്കി ദൈവം പെട്ടി മടക്കി. അവനെല്ലാം ചൊല്ലിട്ടു. ഞങ്ങൾക്കൊരു വെളിപ്പാടും കിട്ടുന്നില്ല. തമ്പുരാൻ ബാൻ ചെയ്തോടാ. ഇന്ന് യോസഫിന്റെ ദിവസമാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ രംഗത്തെനിക്ക് കൊണ്ടുവരണമെങ്കിൽ യോസഫ് ഒരു നിസാര സ്വപ്നമല്ലേ നമ്മുടെ ദൃഷ്ടിയിൽ കണ്ട. ഫറവോൻ സ്വപ്നം കാണണം. സ്വപ്നം കാണുക മാത്രമല്ല, അവൻ്റെ രാജ്യത്തെ സകല അങ്ങനല്ലേ, സകല മന്ത്രവാദിയും സകലയാദ്യവാനും സകലാഭിചാരകനും സകല 4-ാം വേദക്കാനും അവിടെ വന്നിട്ടും അവനെ കൊണ്ട് കഴിയത്തില്ലെന്ന് അവൻ ചൊല്ലിട്ടപ്പോൾ തമ്പുരാൻ പ്രവർത്തനെ കൊണ്ടുവന്നു. ആടിയും മുടിയും എല്ലാം വളർന്ന് ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സേവ് ചെയ്ത് കൊണ്ടുവന്നിരുത്തി. ഞാൻ ആത്മാവുള്ളവൻ വാ തുറന്നപ്പോൾ ദർശനവും വെളിപ്പെട്ടു, വ്യാഖ്യാനം വെളിപ്പെട്ടു. കാരണം യോസഫേ, ഇത് നിന്റെ ദിവസമാണ്. യോസഫിന്റെ ഒരു പ്രത്യേകത പറയാം. പൊട്ടക്കിണറ്റിൽ വീണേണ്ടി വന്നെങ്കിലും, അടിമപ്പണി ചെയ്യേണ്ടി വന്നെങ്കിലും, കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നെങ്കിലും ദർശനം കാണുന്ന നിർത്തിയില്ല. വെളിപ്പാട് നഷ്ടപ്പെട്ടില്ല. നിന്റെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെണ്മയായിരിക്കട്ടെ. പുറത്തിടുന്ന ഷർട്ട് പോലെ നിന്റെ ഹൃദയവും വെണ്മയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ലോകത്തിൽ ഒരുത്തനും നിന്നെ തകർക്കാൻ കഴിയില്ല. ലോകത്തിൽ ഒരുത്തനും നിന്നെ ഒതുക്കാൻ കഴിയില്ല. നീ തോറ്റുപോകില്ല. നീ തോറ്റുപോകില്ല കുഞ്ഞേ. നിന്റെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെണ്മയായിരിക്കട്ടെ. നിന്റെ തലമേൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഞാൻ ദൈവവൃത്യന്മാരോട് പറയാറുണ്ട്, ദൈവദൃഷ്ടിയ സഭാ ശുശ്രൂഷ പോയാലും അഭിഷേകം പോകരുത്. കൂടെ നിന്നവരെല്ലാവരും നിന്നെ തള്ളിക്കളയട്ടെ. നിന്റെ മേൽ അഭിഷേകം പോകരുത്. എല്ലാവരും ഒറ്റപ്പെടുത്തിട്ട് അഭിഷേകം പോകരുത്. എന്തെല്ലാം നഷ്ടമായാലും നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടരുത്. പ്രവാചക ശിഷ്യൻ്റെ വീട്ടിലെല്ലാം തീർന്നു, എല്ലാം പോയി. കടക്കാർ വന്ന് പിടിക്കത്തക്ക അവസ്ഥയായി. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആ വീട്ടിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്ത്? ഒരു ഭരണി എണ്ണ.
ഒരു ഭരണി എണ്ണ കൊണ്ട് അവിടുത്തെ കടം മാറാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഞാൻ പറയാം, ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അഭിഷേകം നഷ്ടപ്പെടരുത്. എല്ലാവരും തള്ളിക്കളഞ്ഞാലും അഭിഷേകം നഷ്ടപ്പെടരുത്. എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും അഭിഷേകം നഷ്ടപ്പെടരുത്. ആരെല്ലാം നിന്നെ വീട്ടിൽ നിറക്കി വിട്ടാലും അഭിഷേകം നഷ്ടപ്പെടരുത്. ആർക്കും നിന്നെ വേണ്ട എന്ന് പറഞ്ഞാലും അഭിഷേകം നഷ്ടപ്പെടരുത്. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം അഭിഷേകം മടക്കി തരും. നഷ്ടപ്പെട്ടതെല്ലാം അഭിഷേകം മടക്കി തരും. നഷ്ടമായതെല്ലാം അഭിഷേകം മടക്കി തരും. ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിക്കുന്ന ദൈവം സംഭവിക്കും. ഇസ്രായേൽ ജോസഫിനെ ദൈവം സിംഹാസനിലേക്ക് ഉയർത്തി. വാക്കു പറഞ്ഞവൻ പാലിക്കും. നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്, നേരമില്ല, നമുക്ക് നിർത്തണമല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയായിരുന്നു. യേശു കർത്താവ് ജനിക്കാതിരിപ്പാൻ പിശാച് നോക്കി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഒന്നാമത്തെ ദൈവവാഗ്ദത്തം. സ്ത്രീയുടെ സന്തതി ജനിക്കാതിരിപ്പാൻ നോക്കി. അവൻ വളരാതിരിപ്പാൻ നോക്കി. അവൻ ക്രൂശിക്കപ്പെടാതിരിപ്പാൻ നോക്കി. അവൻ ഉയർക്കാതിരിപ്പാൻ നോക്കി. എന്നാൽ അവൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് കർത്താവ് ജനിച്ചു. കർത്താവിടെ വളർന്നു. അവൻ ക്രൂശിക്കപ്പെട്ടു. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. കാൽവറി കുരിശ് പിശാചിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവിക പദ്ധതികളുടെ സമ്പൂർണ്ണ ജയവുമായിരുന്നു. എല്ലാം വിവരിപ്പാൻ നേരമില്ല. നമുക്ക് ആരാധനയിലേക്ക് കിടക്കണം. അപ്പോസ്തല പ്രവൃത്തി അദ്ദേഹത്തിന് അറിയാം. എത്രയോ വാക്യം ഞാൻ മറുത്തു കൊടുത്തു. അതെല്ലാം ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. 27:62 മുതൽ വായിച്ചു. 27:62 മുതൽ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ. ശ്രദ്ധിച്ചു വായിച്ചാട്ട് സഹോദര. യജമാനെ ആ ചതിയൻ. എന്താ അവർ പീലാത്തോസിനെ എന്നാ വിളിച്ചേ? ആ ചതിയൻ. ഉറക്കപ്പള്ളിന്ന് പീലാത്തോസിനെ എന്താ പറഞ്ഞേ? പീലാത്തോസിനാണ് യജമാനനെ. ഇത് ഇന്നലെ പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ദാതം പേർക്കായി സേവ ചെയ്താൽ വന്ന് ബന്ധിതരാക്കി അടിമകളാക്കുന്നു. യജമാനനെ ആരെയാ വിളിച്ചേ? യജമാനനെ. ആരെയാ? എന്തോ കഷ്ടം. യജമാനെ ആരെയാ വിളിച്ചേ? പീലാത്തോസിനെ. പീലാത്തോസിനെ വിളിച്ച യജമാനനെ. യേശുവിനെ വിളിച്ച് ചതിയൻ. യജമാനനെ ആ ചതിയൻ. യോഗ്യതയില്ലാത്തവനെ സാറേ എന്ന് വിളിക്കും. സർവയോഗ്യതയുള്ളവനെ ചതിയനെന്ന് വിളിക്കും. ലോകം അങ്ങനെ. മുൾമുടി നൽകിയ ലോകം നിനക്ക് പൊൻകിരീടം തരില്ല. യേശുവിനെ ചതിയൻ. പീലാത്തോസ് സാറ്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്തതിൻ്റെ ഒക്കെ മുമ്പിൽ കിടന്ന് കരയാ. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്നതാണ് ആരാധന. യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ കിടന്ന് അനേകർ ദൈവമേ എന്ന് വിളിച്ച് കരയുമ്പോൾ യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അത് ഇപ്പഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഓക്കെ, വായിച്ചു. അതുകൊണ്ട് അവന് ശിഷ്യന്മാർ വന്നിട്ട് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോയതാ. ഒരുത്തനുണ്ടായിരുന്നു, എന്റെ കണ്ണാന് മൂക്കാണ് നാക്കാണ്, ഞാൻ അവനെ അറിയുന്നില്ലെന്നും കൊണ്ട് തള്ളി, ഞാൻ ഇപ്പം ചാവെന്നും പറഞ്ഞ് നടന്നവനാ. എല്ലാവരും ഓടി. എന്നിട്ട് അവർ പറഞ്ഞു അവര് വരും, മോട്ടിച്ചോണ്ട് പോകുന്നു. അതുകൊണ്ട് വായിച്ചു. എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതവ് മുമ്പത്തെ വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടത് ദൂഷിക്കുന്ന കേട്ടോ. അതിലത്തെ ചതി ഇതൊക്കെ കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാ. വായിച്ചു. 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാവുന്നിടത്തോളം ഇഷ്ടപ്പെട്ട പോയി നിങ്ങളാൽ ഉറപ്പ് വരുത്തുവീനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഞാൻ നമ്മുടെ കർത്താവിന്റെ കല്ലറ മുമ്പിൽ പോയി നിന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പിൽ ഒരു
ഒരു ചെറിയ തോട്ടമുണ്ട്, അവിടെ വെച്ച് കർത്തൃ മേശ ഞങ്ങൾ ടീമിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടതാണ്. കർത്താവ് നടന്നിടത്തോളം ഞാൻ നടന്നതാണ്. അതിന്ന് രാത്രി ഒന്നും പറയാൻ നേരമില്ല. അന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞൊന്നും കെട്ടുകഥയല്ല, അതെല്ലാം എപ്പോഴും ഇവിടെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇവർ പറഞ്ഞു, യജമാനനെ അവൻ ഉയർക്കുമെന്ന് പറഞ്ഞു, മോട്ടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് കല്ലറ ഉറപ്പം. അല്ലാത്ത സമയമൊക്കെ എന്നും പ്രശ്നമില്ല. ലോകത്തിലെ എന്നോട് നോക്കിയിരുന്നാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആ കല്ലറയ്ക്ക് കാവലാക്കാൻ കൊടുത്തു. വലിയൊരു കല്ല്, ആ കല്ലേയും കണ്ടെന്ന് പറയാനാ വന്നേ. കല്ല് ഒരാളെ കൊണ്ടൊന്ന് ഉരുട്ടി മാറ്റാൻ കാത്ത വലിയ കല്ല്. ആ കല്ലയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിട്ട് റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര അത് ചാർത്തി. തൊട്ടാൽ മരണമാ, പീഡിത്തണ്ടന്മാർ തൊടില്ല. അല്ലാതെ തന്നെ ഓടി വിളിച്ചവന്മാർ എവിടെ വരാനാ? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അന്ന് ലഭിച്ച എല്ലാ ആയുധങ്ങളുമായി യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നു. വലിയൊരു കല്ലുരുട്ടി വെച്ചു. റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര വെച്ചു. ദൃശ്യലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ അദൃശ്യലോകത്ത് സാത്താനും അവൻ്റെ സകല സേനകളും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. കാരണം ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നവൻ ഉയർത്താൽ അവൻ്റെ തല ചതയ്ക്കപ്പെടുക. കൂശി കയറിയപ്പോഴേ അവൻ്റെ ഇടപാട് തീർന്നു. ഇതിനകത്ത് പോയവൻ ഉയർക്കരുത്. സകല സാത്താന്യ സേനകളും അദൃശ്യലോകത്ത് നമ്മുടെ കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന് ഉയർക്കാതിരിപ്പാൻ. അത് നടക്കുമ്പോൾ മറ്റൊരു കാര്യം കല്ലറയ്ക്കുള്ളിൽ നടക്കുന്നു. മരണവും പാതാളവും അവൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് വാദിക്കുന്നു. കാരണം ആരാം മുതൽ മരണം വാഴേണ്ടതാകുന്നു. വാണുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് വരുമ്പോഴേ ഇതിന് മാറ്റം വരുള്ളൂ. അതുകൊണ്ടാണ് മക്കൾ നോക്കി നിൽക്കുമ്പോൾ അപ്പനെ കൊണ്ടുപോകുന്നത്, അപ്പൻ നോക്കി നിൽക്കുമ്പോൾ മക്കളെ കൊണ്ടുപോകുന്നത്. കാരണം മരണം വാണുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ കയ്യിൽ വന്നവനെ വിട്ടുകൊടുക്കില്ലെന്ന് മരണം പാതാളവും പറയുന്നു. എന്നെ നോക്കിയാട്ട് എല്ലാ ദൈവമക്കളും എന്നെ നോക്കിയിരിക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. കല്ലുരുട്ടി വെച്ചിരിക്കുന്നു. അധികാരത്തിൻ്റെ അടയാളമായി റോമാഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര എവിടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടപിശാചും അവൻ്റെ സകല സേനകളും ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നു. മരണവും പാതാളവും തൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് വാദിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം എഴുതിയിരിക്കുന്നു, അവനെ പിടിച്ചു വെക്കുന്നത് കൈ ഉയർത്തിക്കൊടുക്കോ, കൈ ഉയർത്തിപ്പിടിച്ചോ, സ്തോത്രം പറഞ്ഞു തുടങ്ങിയോ, അവനെ തടഞ്ഞു വെക്കുന്നത് ആ മരണത്തിനാസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. തൻ്റെ ഇടത്തോട് വിളിച്ചു പറ, ദുബൈയിൽ ഷാർജയുടെ മണ്ണിൽ നിന്ന് വിളിച്ചു പറ, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കരമടിച്ചുകൊണ്ട് പറ, ശക്തിയോട് പറ, ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. മരണപാശങ്ങളെ തകർത്തവൻ ഉയർത്തെഴുന്നേറ്റു. ഒന്നിനും നിങ്ങൾ ആരാധിച്ചില്ലെങ്കിലും ഇതിനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവൻ ഉയർത്തെഴുന്നേറ്റു. ഉറക്കെ പറ, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളോട് പറയാം, നിന്റെ നന്മകളെ മുഴുവൻ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒരൊറ്റ വാക്കിനാൽ അതിനെ അഴിക്കാൻ അധികാരമുള്ളവൻ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. യോഹന്നാൻ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിന്റെ സകല നന്മയെയും കുഞ്ഞെ, നിന്റെ സകല നന്മയെയും ദുഷ്ടപിശാച് ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒറ്റ വാക്കിൽ അതിനെ അഴിക്കുവാൻ അധികാരമുള്ളവൻ ഈ രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. ഒരു ദൂതൂടെ ഞാൻ പറയാം, നമ്മുടെ കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ദൈവം പിശാചിനെ അനുവദിച്ചു. ദൈവം തടഞ്ഞില്ല.
എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തു. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഹോളിൽ ആരാധിക്കുന്ന ദൈവവേദലേ, നിന്റെ ഉയർച്ചയ്ക്കെതിരായി എന്തെല്ലാം ചെയ്യാമോ, നിന്റെ തലമുറയുടെ ഉയർച്ചയ്ക്കെതിരായി വെല്ലുവിളിയോട് തന്നെ എന്തെല്ലാം ചെയ്യാമോ, നിന്നെ വേദനിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ജയം യേശുവിനാണ്. ജയം യേശുവിനാണ്, ജയം സഭയ്ക്കാണ്, ജയം ദൈവസഭയ്ക്കാണ്, ദൈവജനത്തിനാണ്. യേശുവിന്റെ നാമത്തിൽ പറ, പിശാചേ നീ ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളുക, എന്നാൽ ജയം യേശുവിനാണ്. ജയം സഭയ്ക്കാണ്, ജയം ദൈവജനത്തിനാണ്. അവൻ ചെയ്യട്ടെന്നേ, ചെയ്യാവുന്നൊക്കെ അവൻ ചെയ്തോട്ട്, വേദനിപ്പിക്കാവുന്നിടത്തോളം വേദനിപ്പിച്ചോട്ട്. പക്ഷെ ജയം യേശുവിനോ. ഞാൻ സകലയിടത്തിന് ദൈവമായ ഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അത് സംഭവിക്കും. വിശുദ്ധന്മാരുടെ ഉയർപ്പ് സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിക്കുന്നു, അത് സംഭവിക്കും. ന്യായവിധിയില്ലെന്ന് ലോകം വിശ്വസിക്കുന്നു, അത് സംഭവിക്കും. നിത്യത ഇല്ലെന്ന് ലോകം ചിന്തിക്കുന്നു, അതുണ്ടെന്ന് നമ്മൾ കാണും. ഞാൻ സകലയിടത്തിൻ്റെയും ദൈവമാഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കാഹളം ധ്വനിക്കും. ബാക്കി പറ, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. എടുക്കപ്പെടും പറഞ്ഞാൽ എടുക്കപ്പെടും. ലോകം പറയും നടക്കാൻ പോകുന്നില്ല, പിശാച് പറയും നടക്കാൻ പോകുന്നില്ല. ഞാൻ സർവ്വജനത്തിൻ്റെയും ദൈവമായ ഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ അമർത്യതയുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും. ആ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധരുയർക്കും, നാം രൂപാന്തരം പ്രാപിക്കും. നാം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും. നാം പറന്നുയരും. ശക്തിയോടെ കരമടിച്ചാലോചിച്ച് ഉയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവിശ്വാസിയായ ഒരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, മരിച്ചവരെങ്ങനെ ഉയർക്കും? മരിച്ചവരെങ്ങനെ ഉയർക്കും? മണ്ണിൽ കിടക്കുന്നവൻ എങ്ങനെ ഉയർക്കും? അദ്ദേഹം ദൈവവിശ്വാസിയായോണ്ട് ഐൻസ്റ്റീനാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു, ഇടിച്ച് പൊടിയാക്കി വാരി വിതറാൻ പറഞ്ഞു. മണ്ണിലേക്ക് ഇത് വാരി വിതറിയിട്ട് ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ഈ മാഗ്നറ്റിക് ദണ്ട് ഇതിന് മുകളിലൂടെ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട് കിടന്ന ഇരുമ്പയിരുകൾ ഫും 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 എന്ന് ചാടി പിടിച്ച് ഒന്നിച്ച് ചാടി പിടിച്ചൊരു ഗോളം പോലെ ഈ മാഗ്നറ്റിക് ദണ്ടിലേക്ക് പിടിക്കപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നോക്കൂ, ഈ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പയിരിനെ മേളോട്ടാകർഷിച്ച് ഒന്നിച്ച് ചാടിച്ച് പിടിപ്പിക്കാൻ കേവലം ഒരു മാഗ്നറ്റിക് ദണ്ടിന് കഴിയുന്നെങ്കിൽ സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയില്ലയോ? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നവൻ കൽപ്പിക്കും. യാഗം ചെയ്തോട് നിയമം ചെയ്തതിൻ്റെ വ്രതന്മാരെ എൻ്റെ അടിയിൽ കൂടുവെന്ന് പറയുന്ന മാത്രയിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ പറന്നുയരും. നീ വെറുതെ അല്ല മഞ്ഞുകൊള്ളുന്നത്, വെറുതെ അല്ല ആക്ഷേപം സഹിച്ചത്, വെറുതെ അല്ല നിന്ന സഹിക്കുന്നത്. പോകാൻ റെഡിയാകുക, നിത്യതയ്ക്കായി ഒരുങ്ങുക, എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ ഹോവ. റാപ്ചർ അതൊക്കെ നടക്കത്തില്ലെന്ന ലോകം പറയുന്നത്, അതൊക്കെ സംഭവിക്കും. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. മരിച്ചവരുടെ ഉയർപ്പ് നടക്കും. പ്രൈസ്, വിശുദ്ധന്മാരുടെ രൂപാന്തരം നടക്കും. റെഡിയാണോ പോകാൻ? എല്ലാ കണ്ണുമടച്ചേ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവ, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നിത്യതയ്ക്കായി ഒരുങ്ങണം. കാഹളം ധ്വനിക്കുമ്പോൾ പറക്കണം. കർത്താവ് എന്നെ അതിനായി ഒരുക്കണം. ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ, ഞാൻ ഓടിയതും അധ്വാനിച്ചു ഒന്നും വൃഥാവാകല്ലേ. എന്നെ ശുദ്ധീകരിക്കണേ എന്ന് ദൈവത്തോട് കരഞ്ഞാട്ട്, എന്നെ കഴുകണമേ എന്ന് പറഞ്ഞാട്ട്, യേശുവെ നിന്ന് വിളിച്ചാട്ട്, അങ്ങനെ സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്, യേശുവേ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, നിന്റെ വരവിനായി എന്നെ ഒരുക്കണം. കർത്താവേ, നിന്റെ കരം നിന്റെ ജനത്തിന്മേൽ വെച്ചാട്ട്, അങ്ങ് സർവ്വജനത്തിൻ്റെയും ദൈവം, അങ്ങയ്ക്ക് അസാധ്യമൊന്നുമില്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു ചേർന്നാലും
എന്നെ തിരികെ വിളിക്കാൻ നീ ശക്തനാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനമേ, നിങ്ങൾ ശവക്കുഴിയിലായാലും ആ ശവക്കുഴി തുറന്ന് നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും. ഞങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കരം നീട്ടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൈതാഴ്ത്തിയിട്ടാണ് വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തലയിൽ കൈവച്ചൊക്കെ പേഴ്സണലായി പ്രാർത്ഥിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്കിവിടെ സമയമില്ല. അതെനിക്ക് ശബ്ദവും കുറവാണ് ഒത്തിരി നേരം നിൽക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഭീമോനച്ചൻ്റെ കരമല്ല, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടും. വിശ്വസിച്ചാൽ വീരാധി മഹത്വം കാണും. പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം കൈ ഉയർത്തി പിടിച്ചാൽ ഏത് വിഷയം, കുഞ്ഞുങ്ങളോ വലിയവരോ, പ്രാർത്ഥന ആവശ്യമുള്ളവർ കരം ഉയർത്തി ഏത് വിഷയമാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചത് ഞാൻ 101% വിശ്വസിക്കുന്നു. നിങ്ങളുടെ തലമുറയോട് അവൻ സംസാരിച്ചിട്ടുണ്ട്. കർത്താവേ, നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ എല്ലാം അങ്ങ് അറിയുന്നപ്പാ. നിന്റെ വരം അവരെ തൊടണമേ. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കണമേ. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കപ്പെടും. അതിന് പ്രകാരം നിന്റെ അഭിഷക്തനാടിയൻ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഹോളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദുഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. നിന്റെ കരവും പ്രവൃത്തിയും ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടട്ടെ. നിന്റെ കരം ഞങ്ങളെ തൊട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകളടിച്ചു തുടങ്ങിക്കോ, കരങ്ങളടിച്ചു തുടങ്ങിക്കോ, പാടി തുടങ്ങിക്കോ.